ഹലോ, നമുക്കിന്നൊരു ചെടി വാങ്ങാൻ പോയാലോ? ഞങ്ങളെന്നാണെങ്കിൽ തർപ്പയിൽ, അതായത് ചുള്ളിക്കാട് തർപ്പയിൽ നഴ്സറിയിലാണ് ചെടി വാങ്ങാൻ പോകുന്നത്. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ലായിരുന്നു. പെട്ടെന്നാണ് ഞങ്ങളിന്ന് ചെടി വാങ്ങാൻ പോയാലോ എന്ന് തീരുമാനിച്ചത്. നമ്മളിപ്പോൾ ഗൂഡല്ലൂരിൽ നിന്നാണ് വരുന്നത്. നമ്മൾ ബത്തേരിയിലാണ് വന്ന് ചെടി വാങ്ങുന്നത്. ബത്തേരിയിലടുത്ത് ചുള്ളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ചെടിയൊക്കെ വാങ്ങുന്നത്. അവിടെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. നമ്മൾ കുറേ ഇങ്ങനെ കണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും കുറേ ചെടികളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാൻ സാധിക്കും. നമുക്കിന്ന് ചെറിയൊരു ബ്ലോഗാണ്. അപ്പോൾ കുറേ ചെടികളുടെയും കുറേ പ്ലാന്റ്സിൻ്റെയും ഒരുപാട് വിശേഷങ്ങൾ കുറേ ചെടികളുണ്ട്. നമ്മൾ പോകുന്ന സ്ഥലത്തോട്ട് കുറേ ചെടികളൊക്കെ. നമ്മളിങ്ങനെ ഒരു വീഡിയോയിൽ ഇങ്ങനെ തറപ്പയിൽ നഴ്സറിയുടെ കുറച്ച് വീഡിയോസ് കണ്ടിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കുറേ ബോഗൺവില്ല വാങ്ങാനുള്ള ആഗ്രഹം കൊണ്ടാണ് പോകുന്നത്. കുറേ വെറൈറ്റീസ് ഇങ്ങനെ കണ്ടായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ എന്താകുമെന്ന് നമുക്കറിയില്ല. നമുക്കെന്തായാലും പോയി നോക്കാം. നമ്മളിത് വരുന്നത് ഗൂഡല്ലൂരിൽ നിന്നാണ്. ഗൂഡല്ലൂരിൽ നിന്ന് വന്ന് ബത്തേരി വന്നിട്ട് തിരിഞ്ഞാണ് പോകേണ്ടത് ചുള്ളിക്കലോട്ടൊക്കെ കേട്ടോ. ഇപ്പോൾ ഗൂഡല്ലൂരിൽ നിന്നും ഒക്കെ വരുന്നവർ അവിടെ വന്നിട്ട് ബസ് സ്റ്റാൻഡില്ലേ, നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരിഞ്ഞാണ് പോകേണ്ടത്. ബസ് സ്റ്റാൻഡ് നേരെ കാണുന്ന റൂട്ടാണ്, അതായത് താളൂർ റൂട്ടാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ താളൂർ റൂട്ടാണ്. അപ്പം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു റോഡ് കാണുമ്പോൾ തന്നെ. എന്തായാലും എനിക്ക് ഈ റോഡ് ട്രിപ്പൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം നല്ല ഭംഗിയുള്ള റോഡായിരുന്നു, നല്ല റബ്ബറൈസ്ഡ് റോഡൊക്കെ ആയിരുന്നു. അവിടുത്തെ റോഡ് ട്രിപ്പിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ല പറ്റിയ സ്പോട്ട് കേട്ടോ. നല്ല ലെവലായി കിടക്കുന്ന റോഡാണ്. സോറി, നമ്മളിപ്പം എന്തായാലും ചെടി വാങ്ങാൻ പോകല്ലേ, അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ ചുള്ളിക്കൽ എത്തിയിട്ടുണ്ട്. ചുള്ളിക്കലിൽ നിന്ന് നമ്മൾ തിരിഞ്ഞാണ് ഈ റൂട്ട് കയറുകയാണ്. അതായത് നമ്മൾ താളൂർ റൂട്ടിൽ കൂടെ വന്നു കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ റൈറ്റ് എടുത്ത് തിരിയണം. ചുള്ളിക്കൽ ടൗണിൽ നിന്ന് നേരെ റൈറ്റ് എടുത്ത് തിരിഞ്ഞാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ നേരെ പോകുമ്പോൾ നമുക്ക് ഈ ഒരു നഴ്സറി കാണാൻ സാധിക്കുന്നതാണ്. നമ്മളെന്തായാലും അവിടെ നിന്ന് തിരിഞ്ഞ് അതായത് ഈ നഴ്സറി സ്ഥിതി ചെയ്യുന്ന ആ റോഡിലോട്ടേക്ക് നമ്മൾ തിരിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചൊരു 7 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ. 7 കിലോമീറ്റർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അത്രയും ഇല്ലെന്ന് തോന്നുന്നു. അതിന് മുന്നേ തന്നെ നമ്മൾ എന്തായാലും എത്തും. കുറച്ചേ ഉള്ളൂ. ഇവിടുന്ന് കുറച്ചും കൂടെ അങ്ങ് പോയി കഴിയുമ്പോൾ നമുക്ക് ഈ നഴ്സറി കാണാൻ സാധിക്കുന്നതായിരിക്കും. ഹലോ, അങ്ങനെ ഞങ്ങളിന്ന് എന്ത് വാങ്ങാൻ വന്നായിരുന്നു? ഞങ്ങളിന്ന് ചുള്ളിക്കാട് വന്നിട്ട് കുറച്ച് ചെടികൾ വാങ്ങാൻ വേണ്ടി വന്നതാണ്. നമ്മൾ എവിടെയാണ്? തറപ്പയിലൊരു ഫേമസ് ചെടി, ചുള്ളിയോടല്ലേ, ചുള്ളിയോടാണ് ഇവിടെ ഫേമസ്. ഒരു ബോഗൺവില്ല മേടിക്കാനാണ് വന്നത്. ബോഗൺവില്ലയും പിന്നെ കുറച്ച് ചെടികളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇതൊരു ഫേമസ് കടയാണ്. ഒരു പ്ലാന്റ് ഒക്കെ കിട്ടുന്ന കുറേ പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ. കാണിച്ചു തരാവേ. ഇവിടെ കുറേ ചെടികളുണ്ട്. ബോഗൺവില്ല തൊട്ട് A to Z പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. നമുക്ക് കുറേ ചെടികൾ ഇന്ന് കാണുകയും മേടിക്കാനൊക്കെ പറ്റും. നല്ല രസമുണ്ട്. ബോഗൺവില്ലൊക്കെ ഇരിക്കുന്നുണ്ട്. എന്നാ ഭംഗിയെന്നറിയാമോ? നല്ല ഭംഗിയുണ്ട്. വൈറ്റും റോസും അങ്ങനെ പല പല ബോഗൺവില്ലേഴ്സാണുള്ളത്. അതിൻ്റെ ചെടിയൊക്കെ നോക്കി നടക്കുകയാണ്. ഏതാ എല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്ക് കൺഫ്യൂഷനായെന്ന് തോന്നുന്നു. എല്ലാം കൂടെ കണ്ടപ്പോൾ ഇത് ബോഗൺവില്ല 250 ഉണ്ട്. ഇത് വെറൈറ്റി ഒരു ബോഗൺവില്ലയാണ്. അതുപോലെ ബോഗൺവില്ലയുടെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഇത് 200 റുപ്പീസ്. ഇതിൻ്റെ ഫ്ലവർ കുറച്ച് വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു. ഫ്ലവർ വ്യത്യാസമുണ്ട്. അതുപോലെ ബോഗൺവില്ല ഹൈബ്രിഡ് 150 ഉണ്ട്. ഇത് ഹൈബ്രിഡ് ബോഗൺവില്ലാസാണ്. അപ്പോൾ എന്തായാലും വയനാടൊക്കെ ഉള്ളവർക്ക് ഈ വീഡിയോ ഉപകാരമാകും എന്ന്, അതായത് ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഭയങ്കര ഇഷ്ടമാകുമെന്ന് തോന്നുന്നു. ഇത് അങ്കിൾ നോക്കുന്നുണ്ട്. ഇത് സലോഷ്യ എന്ന് പറഞ്ഞൊരു ബോഗൺവില്ലയാന്ന് തോന്നുന്നു. റേറ്റ് ഇതേ കിടക്കുന്നു. സലോഷ്യ. ഇത് നോർമൽ ബോഗൺവില്ലയാണ്. അതിന് വലിയ റേറ്റ് ഒന്നുമില്ല. ഇത് പെറ്റൂണിയ എന്ന് പറഞ്ഞ ഒരു ഫ്ലവറാണ്. പെറ്റൂണിയ. അതിന് വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ. നല്ല ചെറിയ ചെറിയ പൂക്കളൊക്കെ ആയിട്ടുള്ള.
ഇത് സലേഷ്യ എന്ന് പറഞ്ഞ ഒരെണ്ണമാണ്. അതിന് 25 റുപ്പീസേ ഉള്ളൂ. സലൂഷ്യ നല്ല രസമില്ല ഇങ്ങനെ കാണാൻ, ഒരുമിച്ച് വെക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. സലൂഷ്യ എന്നാണ് അതിൻ്റെ പേര്. സലൂഷ്യ. ഇതിൻ്റെ യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ ഉണ്ട്. സലൂഷ്യ എന്ന് പറഞ്ഞാൽ ഡയാന്തസ് എന്ന് പറഞ്ഞൊരു ഫ്ലവറാണ്. അതിന് 20 റുപ്പീസ് ഡയാന്തസ്. ഇത് കലാഞ്ചിയ എന്ന് പറഞ്ഞൊരു ചെടിയാണ്. ഇതിന് 70 റുപ്പീസാണ് കലാഞ്ചിയ. നല്ല രസമുണ്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ചൊക്കെ ഇരിക്കുന്നത് കാണാൻ. കലാഞ്ചിയ എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊക്കെ ജമന്തിയാണ്. ഇനി 45 റുപ്പീസേ ഉള്ളൂ. ഇതൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. ചുള്ളിക്കാടാണ് ഇതിൻ്റെ പ്ലേസ്. അമ്മമാർക്കൊക്കെ ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതല്ലേ. അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ താമസിക്കുന്ന, ഈ പ്രദേശത്തൊക്കെ താമസിക്കുന്ന, പ്രത്യേകിച്ച് വയനാട് ഡിസ്ട്രിക്റ്റിലുള്ളവർക്കൊക്കെ ഇത് ഉപകാരപ്പെടുന്ന ഒരു സംഭവം ഇവിടെയാണ്. മുന്തിരീൻ്റെ പ്ലാന്റൊക്കെ ഉണ്ട്. 25 റുപ്പീസേ ഉള്ളൂ 1 പീസിന്. ഇങ്ങനെ ചെടികളൊക്കെ ഒന്നിച്ച് നിൽക്കുന്നതാണ് എന്നെ ഭംഗി. ഇതിൻ്റെ വൈറ്റും ഉണ്ട്, റോസോ ആ ഒരു കളറും ഉണ്ട്. ഇത് അനേലിയ എന്ന് പറഞ്ഞൊരു ചെടിയാണ്. അനേലിയ. എൻ്റെ ഫ്ലവർ കാട്ടിത്തരാവേ. ഇങ്ങനെ ചെറിയ പൂക്കളൊക്കെയാണ്. ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഈ ചെടികളൊക്കെ ഒരുപാട് വാങ്ങിയിട്ട് നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പം ഇത് വയനാട് ഡിസ്ട്രിക്റ്റിലാണ്. തറപ്പയിൽ നഴ്സറി എന്നാണ് ഈ ഒരു ഗാർഡൻ്റെ പേര്. തറപ്പയിൽ നഴ്സറി ആൻഡ് ഗാർഡൻ. അപ്പോൾ വയനാടൊക്കെ ഉള്ളവർ, ഇങ്ങനെ കുറേ പ്ലാന്റ്സ് ചെടികളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ ഇവിടെ വന്ന് എന്തായാലും പർച്ചേസ് ചെയ്യണം. നല്ല ഒരുപാട് വെറൈറ്റി, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം ഓക്കെ, ബൈ ബൈ.